നമസ്കാരം. ജീവിത വിജയത്തിന് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് വ്യായാമം, രണ്ട് ഈശ്വരഭക്തി, ഈശ്വര ജപം. വ്യായാമവും ഈശ്വര ജപവും നമുക്ക് നിഷ്ഠയുണ്ടാക്കും. കൃത്യസമയത്തുള്ള വ്യായാമം, കൃത്യസമയത്തുള്ള ഈശ്വര ജപം, അല്ലെങ്കിൽ അമ്പലത്തിൽ അല്ലെ പള്ളിയിൽ പോക്ക്, ഇത് രണ്ടും നമുക്ക് നിഷ്ഠയുണ്ടാക്കും. ഇത് തന്നെ ആവരുത്, നമ്മുടെ പ്രവൃത്തിയിൽ വിജയിക്കുന്നതിന് ഇവ രണ്ടുമുണ്ടെങ്കിൽ അത് ഉൽപ്രേരകമാകും. വ്യായാമം നമുക്ക് മാനസിക ബലവും ശാരീരിക ബലവും നൽകും. ഈശ്വരഭക്തി നമുക്ക് മാനസിക ബലം നൽകും. നല്ല പീസ് ഓഫ് മൈൻഡ് വരും, മനസ്സമാധാനം വരും. ഈശ്വരജപം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്, അത് നമ്മൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ മസ്ജിദിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, ഒരു ശുഭാപ്തി വിശ്വാസം, ഇവ രണ്ടും നമുക്ക് ഉത്പ്രേരകമാകും. ഇതൊന്നുമില്ലാത്തവരുമുണ്ട്, എന്നാൽ സാധാരണക്കാർ ഇത് അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ എപ്പോഴും അവനവനേക്കാൾ വലുതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജന്തുവാണ്. അവനവൻ്റെ കഴിവിനേക്കാൾ കൂടിയ കഴിവുള്ളതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജന്തുവാണ്. വ്യക്തികളെ ആശ്രയിക്കുമ്പോൾ വ്യക്തികൾക്ക് ന്യൂനതകളുണ്ട്, കഴിവുകേടുകളുണ്ട്, പരാജയങ്ങളുണ്ട്. അതേസമയം സർവശക്തനായ ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ ഈശ്വരന് ഈ ന്യൂനതകളൊന്നുമില്ല. ഈശ്വരനിൽ ഉറച്ചു വിശ്വസിച്ചാൽ, ഈശ്വരൻ എന്നൊരു സത്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരാൾ ഉറച്ചു വിശ്വസിച്ചാൽ, ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ആ അസന്നിഗ്ധ ഘട്ടം തരണം ചെയ്യുന്നതിനുള്ള മാനസിക ബലം തരും. തരണം ചെയ്യുന്നതുവരെ ആ ശക്തിയെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ നിരീശ്വരവാദികൾ ആവും വിധം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. ഈശ്വരൻ ഉണ്ടെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. എന്ന് വെച്ച് അന്ധവിശ്വാസത്തിലേക്ക് പോവുകയുമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ നമുക്ക് നിലനിൽക്കണം. ഒന്നുമില്ല എന്നുള്ള അരക്ഷിത ബോധമല്ല നമുക്ക് വേണ്ടത്. നമ്മളെ സംരക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട് എന്നുള്ള ആശ്രയബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. നിരീശ്വരവാദം ഒരു പരിധിവരെ അരാജകത്വവും അരക്ഷിതബോധവും ഉണ്ടാക്കും. നമ്മളിൽ വലിയ ഒരാളില്ല, നമുക്കാരെയും ആശ്രയിക്കാനില്ല, നമ്മുടെ പ്രശ്നങ്ങളിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ചിന്ത നമുക്ക് വളരെയേറെ മാനസിക സംഘർഷം ഉണ്ടാക്കും. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അതുണ്ടാകാതിരിക്കാൻ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ തരണം ചെയ്യുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെക്കാൾ വലിയ ശക്തിയായ ഈശ്വരൻ നമ്മൾ വിശ്വസിക്കണം. ഈശ്വരൻ സർവശക്തനും സർവ്വയാവിയും സർവജ്ഞാനിയുമാണ്. ആ സ്ഥിതിക്ക് നമ്മുടെ ഒരു സങ്കല്പമാണ് ഈശ്വരൻ എങ്കിലും ആ സങ്കല്പം സത്യമാണെന്ന് കരുതി ആ സങ്കല്പത്തെ നമുക്ക് ആശ്രയിക്കാം. ആ ആശ്രയത്വത്തിന് ഒരു ബലമുണ്ട്. ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ്. ഞാൻ അയ്യപ്പനിലും ഭദ്രകാളിയിലും ഒക്കെ വിശ്വസിക്കുന്നു. ചില സമയങ്ങളിൽ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എനിക്ക് തോന്നാം. പക്ഷേ ആ സംശയം വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സ് മാറ്റും. അങ്ങനെ ഒരു സംശയം ഉണ്ടായിക്കൂടാ. കാരണം എന്തിനെങ്കിലുമൊക്കെ എനിക്ക് ആശ്രയിക്കണം, ആരെയെങ്കിലുമൊക്കെ എനിക്ക് ആശ്രയിക്കണം. ആശ്രയിച്ചേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. എനിക്കെന്ന് വെച്ചാൽ മനുഷ്യനായി പറഞ്ഞ ആർക്കും ആ ആശ്രയത്വം ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാകുന്നതിൽ ഒട്ടും തെറ്റില്ല, അത് നല്ലതാണ്. പക്ഷേ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഉണ്ടാകരുത്. അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും കൊണ്ടുപോയി പൈസ ഇടുന്ന ഈശ്വരവിശ്വാസമാകരുത്. ആവശ്യമില്ലാത്ത പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്ന ഈശ്വരവിശ്വാസമാകരുത്. ഈശ്വരവിശ്വാസം നമ്മുടെ മനസ്സിലും നമ്മുടെ ജപത്തിലും നമ്മുടെ സ്വകാര്യതയിലും നിൽക്കേണ്ടുന്ന ഒന്നാണ്. അതൊരിക്കലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാതെ, നമ്മളെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് വളരെ ബലമേകും, നമുക്ക് ജീവിക്കാനുള്ള ശക്തിയേകും. നന്ദി, നമസ്കാരം.